സുഹൃത്തുക്കളെ മൈ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സമ്മറിൽ തുടങ്ങുന്ന ഒരു റെഗുലർ ക്യാമ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നമുക്ക് ഇപ്പോൾ ഇറ്റലിയിലേക്ക്, സ്പെയിനിലേക്ക്, UK-യിലേക്കൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒരുപാട് പൈസ വാങ്ങിയിട്ട് ഫുട്ബോൾ പ്ലേയേഴ്സിനെ പറ്റിക്കുന്ന വലിയ സ്കാം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മുടെ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ നാട്ടിൽ നിന്നും അർജൻറ്റീനൻ ഇതിഹാസ താരം ഡിയോഗോ മറഡോണയെ ലോകത്തിന് സമ്മാനിച്ച അർജൻറ്റീനോസ് ജൂനിയർ എന്ന ക്ലബിൻ്റെ പിന്തുണയോടുകൂടി നമ്മളെ കേരളത്തിൽ നടക്കുന്ന അവിടുത്തെ അർജൻറ്റീനോസ് ജൂനിയറിൻ്റെ കോച്ചായിട്ടുള്ള അലക്സാൻഡ്രോ ലിനോയുടെ നേതൃത്വത്തിൽ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ പെരുന്തുരുത്തി എന്ന സ്ഥലത്ത് ഭവൻ സ്കൂളിൽ നടക്കുന്ന ഒരു റെഗുലർ ക്യാമ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. 2023 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ക്യാമ്പ് ഇവരുടെ ഈ സെൻറ്റർ വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 3 സെൻറ്ററുകൾ കൂടി തുടങ്ങാൻ പോവുകയാണ്. 3 സാറ്റലൈറ്റ് സെൻറ്ററുകൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങളോട് പറയാൻ പോവുകയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ട് പൊയിൽക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വാഴക്കാടുമാണ് 2 സെൻറ്ററുകൾ പുതിയ തുടങ്ങാൻ പോകുന്നത്. അതോടൊപ്പം കോഴിക്കോട് സിറ്റിയിലും മറ്റൊരു സെൻറ്റർ തുടങ്ങാൻ പോകുന്നു. ഇപ്പോൾ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്ന പെരുന്തുരുത്തി സെൻറ്റർ അവിടെ നിലനിന്ന് കൊണ്ട് തന്നെ പുതിയ 3 സെൻറ്ററുകൾ തുടങ്ങാൻ പോവാം. ഈ പുതിയ 3 സെൻറ്ററുകളിലും വ്യത്യസ്തമായ കാറ്റഗറികൾക്കായിരിക്കും ക്യാമ്പ് നടക്കുന്നത്. സോ ഈ ഒരു ക്യാമ്പിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് സെലക്ഷൻ നടക്കാൻ പോവാണ്. ഈ വരുന്ന ഏപ്രിൽ 5 മുന്നേ ആയിട്ട് നിങ്ങൾ സെലക്ഷനുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. സോ ഏതൊക്കെ കാറ്റഗറികൾക്ക് ഏതൊക്കെ സ്ഥലത്താണ് സെലക്ഷൻ നടക്കുന്നത്, അവിടെ എങ്ങനെയായിരിക്കും ക്യാമ്പ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു അക്കാഡമി എന്ന് പറയുന്നത് മലബാർ ചാലഞ്ചേഴ്സ് ഫുട്ബോൾ അക്കാഡമി എന്നാണ് ഈ അക്കാഡമിയുടെ പേര്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2023 മുതൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അർജൻറ്റീന കോച്ച് അലക്സാൻഡ്രോ ലിനോയുടെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി വളരെ വലുതാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നൊക്കെ ഞാൻ ക്രമേണ പറയാം. അതിനു മുന്നേ വാഴക്കാട് സെൻറ്ററിലും അതുപോലെ തന്നെ കൊയിലാണ്ടി പൊയിൽക്കാവിലും നടക്കുന്ന സെലക്ഷൻ എന്ന് പറയുന്നത് 2014, 15, 16, 17 വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്കായിരിക്കും അവിടെ ക്യാമ്പ് നടക്കാൻ പോകുന്നത്. സോ അതിൻ്റെ സെലക്ഷൻ ആയിരിക്കും അവിടെ വെച്ച് നടക്കുന്നത്. ഇനി കോഴിക്കോട് സിറ്റിയിൽ 2010, 11, 12 വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്കായിരിക്കും ക്യാമ്പ് നടക്കാൻ പോകുന്നത്. ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള നമ്മളെ പെരുന്തുരുത്തി സെൻറ്ററിൽ 2013 മുതൽ 17 വരെയുള്ള കുട്ടികൾക്കായിരിക്കും സെലക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെലക്ഷൻ്റെ വെന്യൂവും അതുപോലെ തന്നെ കാറ്റഗറിയും ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണ നാടുകളിൽ നടക്കുന്നത് പോലെയുള്ള ലോക്കൽ ക്യാമ്പുകളല്ല ഈ ഒരു സെൻറ്റർ അല്ലെങ്കിൽ ഈ ഒരു അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി നടത്താൻ പോകുന്നത്. കാരണം ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭരായിട്ടുള്ള പുലിക്കുട്ടികളാണ്. എന്ന് വെച്ചാൽ IPS, IAS ഒക്കെ റിട്ടയർഡ് ഉദ്യോഗസ്ഥരൊക്കെയാണ് ഈ ഒരു അക്കാഡമി നടത്തുന്നത്, ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവരുടെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആണ്. 2031 നടക്കാനിരിക്കുന്ന അണ്ടർ 20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ക്യാമ്പിലേക്ക്, ഇന്ത്യൻ ടീമിലേക്ക് കുട്ടികളെ ഈ അക്കാഡമിയിൽ നിന്നും എത്തിക്കണം എന്ന് ഇവർക്ക് ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ 2033 അണ്ടർ 16 വേൾഡ് കപ്പ് വരാൻ പോകുന്നുണ്ട്. അതിലേക്കുള്ള ഇന്ത്യൻ ടീമിലേക്കുള്ള പ്ലേയേഴ്സിനെ തയ്യാറാക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ 2036 ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒളിമ്പിക്സിലും ഇന്ത്യൻ ഒളിമ്പിക് ടീമിലും നമ്മളുടെ ഈ അക്കാഡമിയിലുള്ള പ്ലേയേഴ്സിന് വേണം. ഇത്രയും ലക്ഷ്യത്തോടു കൂടി, ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ള എയിമോട് കൂടി നടക്കാൻ പോകുന്ന അക്കാഡമീൻ്റെ പ്ലാനിങ് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യമുള്ള ഒരു അക്കാഡമി ആകുമ്പോൾ അതിനുള്ള ഫെസിലിറ്റികളും വേണം. ഇപ്പോൾ നിലവിൽ അലക്സാൻഡ്രോ ലിനോ എന്ന അർജൻറ്റീനൻ കോച്ചിൻ്റെ കീഴിൽ നടക്കുന്ന ഈ ഒരു അക്കാഡമിക്ക് ഇവരുടെ ഒരു കരിക്കുലം എന്ന് പറയുന്നത് അർജൻറ്റീനോസ് ജൂനിയർ എന്ന ക്ലബിൻ്റെ കരിക്കുലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ കൂടെയുള്ള മറ്റു കോച്ചസ് എന്ന് പറയുന്നത് നമ്മുടെ അഷ്കറിനെ പോലെയുള്ള, വാഴക്കാട്ടുകാരൻ അഷ്കർ കോച്ചിനെ പോലെയുള്ള ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് കോച്ചസിൻ്റെ കീഴിലാണ് ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ, ഈ ഒരു അക്കാഡമിൻ്റെ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്രാസിലാണ് ഇവരുടെ ക്യാമ്പ് നടക്കുന്നത്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. പച്ചപ്പുൽ മൈതാനത്ത് കളിക്കാൻ കുട്ടികൾക്ക് അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ വീഡിയോ അനാലിസിസ് ചെയ്യും, ന്യൂട്രീഷൻ്റെ ബാക്കപ്പ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കിലി മാച്ചസ് കൊടുക്കുന്നുണ്ട്, മന്ത്ലി പ്രോഗ്രസ് അനാലിസിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അക്കാഡമി തന്നെയാണ് അർജൻറ്റീനോസ് ജൂനിയറിൻ്റെ നമ്മളെ കോഴിക്കോട് പെരുന്തുരുത്തി ഭവൻസിൽ നടക്കുന്ന മലബാർ ചാലഞ്ചേഴ്സ് ഫുട്ബോൾ അക്കാഡമി എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇവരുടെ ഏത് സെൻറ്ററിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാലും നിങ്ങൾക്കത് ഗുണകരമായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു കരിക്കുലം എന്ന് പറയുന്നത് അത്രയും സ്പെസിഫിക് ആണ്. സോ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്ന് നോക്കി അതാത് സെൻറ്ററിൽ ജോയിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഏപ്രിൽ 5 മുന്നേ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. സോ ഈ നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ച് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പിക്കുക. ഇനിയും കാത്തു നിൽക്കേണ്ട, ഇന്ത്യൻ ടീമിലേക്കുള്ള അവസരത്തിന് വേണ്ടി
വേണ്ടിയാണ് നിങ്ങൾ മത്സരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി ഈ അക്കാഡമിയിലെ ട്രയൽ കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ ട്രയൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി സ്പെഷ്യലായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഒരുപക്ഷെ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കാലിൽ കളിയുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഒരു പ്രശ്നമില്ലാതെ തന്നെ നല്ല ക്ലബ്ബുകൾ, നല്ല അക്കാഡമികൾ നിങ്ങളെ കൊത്തിക്കൊണ്ടു പോകും. സോ ഇത് അതുപോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ട്രയൽ അറ്റൻഡ് ചെയ്യുക, അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പുതിയ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.